ഇന്ന് നമ്മൾ പോകുന്നത് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലാണ്. കാരണം ഇന്നാണ് നമ്മുടെ പാർക്കിൻ്റെ ഉദ്ഘാടനം. ഇപ്പോൾ സമയം 2 മണിയായിട്ടുള്ളൂ. ഇപ്പം നമ്മൾ 2 മണിക്ക് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്കാണ് ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ഈ കണ്ടപ്പോൾ നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായി വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ 4 മണിക്കാണ് ഇവിടെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്ത്രിമാരെല്ലാവരും വരും. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും ഇവിടെ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഏഷ്യയിൽ തന്നെ വലിയതും രണ്ടാമത്തേതുമായ ഒരു പാർക്കാണ് ഇവിടെ വരുന്നത്. 300 ഏക്കറിലധികം സ്ഥലത്താണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്നൊരു ദിവസമാണ് ഇന്ന്, ഞങ്ങൾ പുത്തൂരുകാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ പാർക്കിൽ നമ്മൾ എത്തിയപ്പോഴും നമുക്ക് നല്ലൊരു സദ്യ തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തി നോക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് പോയി പെട്ട പോലെ നമുക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മുടെ സ്ഥലമൊന്നുമല്ല. നമ്മളിത് എവിടേക്കോ ട്രിപ്പ് പോയി ഏതോ ഒരു കാട്ടിൽ നമ്മൾ നിൽക്കുന്നു, ആ ഒരു ഫീലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഒരു വലിയൊരു പറയില്ലേ, വലിയൊരു കാടാണ്, വലിയൊരു വനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. കാരണം അവിടെ വരേക്കും നമുക്ക് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് അടച്ചിട്ടായിരിക്കായിരുന്നു. അപ്പം നമ്മൾ ആലോചിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് നമ്മൾ അപ്പുറത്തേക്ക് കടക്കുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഇതെന്തായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ഒരു കാട്ടിൽ പെട്ട പോലെ ആയിരിക്കും. അത്രയ്ക്കും നമ്മൾ അതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അതേപോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ വന്ന് കളിച്ചിട്ടുള്ള ഈ മലകളുടെ മുകളിലും ഈ പാറകളുടെ മുകളിലേക്കും കയറി ഇരുന്നിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒരു പട്ടിലുകളായിരുന്നു നിറയുണ്ടായിരുന്നത്. ഇപ്പോൾ വേറൊരു കാട്ടിലേക്ക് വന്ന പോലെ തോന്നുന്നത്. പക്ഷേ നമ്മുടെ പഴയ വെച്ചിട്ടുണ്ടെങ്കിൽ മലകളും കാര്യങ്ങളും ഇതൊക്കെയും പാറകളൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ കളിച്ച സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും വേറെ ഏതൊരു സ്ഥലത്ത് നിൽക്കണ പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് വരുന്ന ആൾക്കാർ ഇത് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയില്ലേ, നമ്മൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവും ഇത്. അപ്പോൾ 2 മാസത്തേക്ക് ഇത് ട്രയൽ റണ്ണായിട്ട് ഓടിക്കൊണ്ടിരിക്കും. 2 മാസം കഴിഞ്ഞിട്ടാണ് ബുക്കിംഗ് എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിലുള്ളവരല്ല, നമ്മൾ എല്ലാവരും ഈ പാർക്ക് വന്ന് കാണണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയില്ലേ, നമ്മൾ ഇതൊക്കെ കാണാണ്ട് അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ചോദിക്കുന്ന പോലെയാണ്. അത് അത്രയ്ക്കും ഇതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വരാം, ഇവിടെ കാണുക എന്നുള്ളത്. കാരണം അത്രയ്ക്ക് മനോഹരമാക്കിയിട്ടുണ്ട്, എത്ര മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി നോക്കിയത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വഴിയാണ് നമുക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സൂ വരുന്നത്.